mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. ഫ്ലെക്സ് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതിന് അത്യാധുനിക രീതികൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ നേരിട്ട് പഠിക്കുന്നതിനും വേണ്ടി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൈനയിലേക്ക് പുറപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ മാടവന, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജൈസൽ, സംസ്ഥാന സെക്രട്ടറിമാരായ സിദ്ദിഖ്, സുബൈ, സ്ഥാപക ജനറൽ സെക്രട്ടറി വിജയരാജ് അനിരുദ്ധൻ എന്നിവരുടെ നേതൃത്വത്തിൽ 51 അംഗ സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചൈനയിലേക്ക് പുറപ്പെട്ടത്. കേരളത്തിലെ 1500-ലധികം വരുന്ന പ്രിൻറ്റിംഗ് യൂണിറ്റുകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു 51 യൂണിറ്റിലെ ആൾക്കാർ, അതായത് കേരളത്തിലെ സൈൻ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ടോപ്പ് ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരും എല്ലാ ജില്ലകളിലെയും പ്രാതിനിധ്യമുള്ള ആൾക്കാരും ചേർന്നുകൊണ്ട് റീസൈക്ലിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ചൈനയിലേക്ക് പോകുന്നത്. ഫ്ലെക്സ് റീസൈക്ലിങ്ങിനെ കുറിച്ച് പഠിക്കാനും പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാനും വേണ്ടി യാത്ര തിരിക്കുക. ഫ്ലെക്സ് ഉൽപ്പന്നങ്ങൾ റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയില്ലെന്ന വൻ പ്രചാരണമാണ് നടക്കുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളുടെ പര്യാപ്തതയാണ് ഇതിന് കാരണം. റീസൈക്ലിംഗ് കഴിയില്ലെന്ന പ്രചാരണയോടെ ഈ മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സൈൻ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളടങ്ങുന്ന ഒരു ടീം, 51 പേരടങ്ങുന്ന ടീം ഇന്ന് ചൈനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ വളരെ പ്രൂവണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഫൈനൽ ചെയ്ത ഒരു കാര്യമാണ് റീസൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വീണ്ടും അതിനെക്കുറിച്ച് പുതിയ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനും അത് തുടർന്നുള്ള ബിസിനസ് മേഖലകളിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടിയാണ് ഈ ടീം പോകുന്നത്. 8 ദിവസത്തെ നീണ്ട ഒരു പ്രോഗ്രാമാണ്. ചെറുകിട ബിസിനസ്സുകാർ ഉൾപ്പെടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി സംസ്ഥാനത്ത് അത്യാധുനിക റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുവാനാണ് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠന സംഘം ചൈനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്.